ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിൽ പലരും ഓൺലൈനായിട്ടും അതുപോലെ തന്നെ ഷോപ്പിലൊക്കെ പോയിട്ട് ഫാബ്രിക് ഇതുപോലെ കട്ട് ചെയ്ത് വാങ്ങിക്കുന്നവരുണ്ടാവും അല്ലേ? ഇങ്ങനെ കട്ട് ചെയ്ത് വാങ്ങിക്കുന്ന സമയത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു മോഡൽ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ എത്ര മീറ്റർ ഫാബ്രിക് ആവശ്യം വരും? ഡ്രസ്സ് ഏതുമാകട്ടെ, പക്ഷേ ആ ഒരു ഡിസൈന് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ നമുക്ക് എത്ര ഫാബ്രിക്കാണ് ആവശ്യമെന്ന് പലർക്കും അറിയില്ല. ഈ ഒരു ഡൗട്ട് ഒരുവിധം ആളുകൾക്കൊക്കെ ഉണ്ടായിരിക്കും അല്ലേ? എനിക്കും ആദ്യം ഇങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോ. നമ്മൾ ഇതുപോലെ ഓൺലൈനായിട്ടും അതുപോലെ ഷോപ്പിലൊക്കെ പോയിട്ട് പർച്ചേസ് ചെയ്തെടുക്കുമ്പോൾ നമുക്കൊരു ചുരിദാർ സെറ്റിന് ഇപ്പോൾ എത്രയാണ് നമുക്ക് വാങ്ങിക്കേണ്ടത്, ടോപ്പിന് എത്രയാണ്, ബോട്ടമിന് എത്രയാണെന്നോ ഒരു ഐഡിയ അറിയില്ലായിരുന്നു. പിന്നെ ഷോപ്പിലുള്ളവരോടൊക്കെ ചോദിച്ച് അങ്ങനെയൊക്കെ ആയിരുന്നു കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഫാബ്രിക് അധികം വേസ്റ്റ് ആയിട്ടൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഓൺലൈനായിട്ട് ഷോപ്പ് ചെയ്യുമ്പോൾ നമ്മൾ എത്രയാണോ പറയുന്നത് അത്ര മീറ്ററാണ് അവർ കട്ട് ചെയ്ത് അയക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ വാങ്ങിക്കുമ്പോൾ നമുക്കൊരു ഐഡിയ വേണം, നമുക്ക് ടോപ്പിന് എത്ര വേണം, ബോട്ടം ചെയ്യാൻ എത്രയാണ്, ഒരു ഫ്രോക്കിന് എത്ര വേണം, നൈറ്റിക്ക് എത്ര വേണം, ഇതൊക്കെ നമുക്ക് തന്നെ ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. ഈ ഒരു മെഷർമെൻറ്റ്സ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് വിഡ്ത്തും ലെങ്ത്തൊക്കെ നോക്കിയിട്ട് കാൽക്കുലേഷൻ ചെയ്തിട്ടും നമുക്ക് കണ്ടുപിടിക്കാം. പക്ഷേ ഇതൊക്കെ കാൽക്കുലേഷൻ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരുടെ കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത്. നമുക്കൊരു ഔട്ട്ഫിറ്റ് കാണുമ്പോൾ ഇതിന് എത്ര മീറ്റർ വേണം എന്ന് നമുക്കൊരു ഐഡിയ ഉണ്ടാവും. അത് നമ്മൾ ചെയ്ത് നമുക്ക് പ്രാക്ടീസ് ആയിട്ട് വരുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കും അങ്ങനെ അറിയാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ സ്റ്റിച്ച് ചെയ്യുന്നവരും സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കുന്നവരും ഒരുപോലെ അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ്. എന്നാൽ മാത്രമാണല്ലോ നമുക്ക് ഓൺലൈനൊക്കെ ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ കിട്ടുന്ന സമയത്ത് നമ്മൾ തന്നെ പോയിട്ട് ഫാബ്രിക് വാങ്ങേണ്ട ഒരു സിറ്റുവേഷൻ വരും. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് കസ്റ്റമറുടെ വേസ്റ്റ് റൗണ്ടും അതുപോലെ തന്നെ ടോട്ടൽ ലെങ്ത്തും കാൽക്കുലേറ്റ് ചെയ്തിട്ട് എത്ര മീറ്റർ ഫാബ്രിക് നമുക്ക് ആ ഒരു ഡിസൈൻ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി വരും എന്നൊക്കെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം. നമ്മളൊരു ഡ്രസ്സ് കാണുമ്പോൾ നമ്മൾ അതിൽ എത്ര മീറ്റർ ഫാബ്രിക്കാണ് ആവശ്യം വരിക എന്ന് നമുക്ക് ഒരു ഐഡിയ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ഞാൻ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്ന ഒരു മീറ്റർ കണക്കാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞു പോകുന്നത്. ഇത് നമ്മുടെ ഒരു ആവറേജ് കണക്കാണ്. മീൻസ് നമ്മൾ ലാർജ്, എക്സൽ ഈ ഒരു സൈസിൽ വരുന്ന കണക്കാണ് കേട്ടോ ഇന്നത്തെ ഇതിൽ പറയുന്നത്. ആളുകളുടെ സൈസ് കൂടുന്നതിനനുസരിച്ച് ഈ ഒരു മെഷർമെൻറ്റ്സിൽ മാറ്റം വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ 3XL, XXL അതുപോലെ 4XL ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ നമ്മൾ മെറ്റീരിയൽ കൂടുതൽ എടുക്കേണ്ടി വരും. അതേപോലെ XS, സ്മോൾ, മീഡിയം ഉള്ളവർക്കൊക്കെ ആ ഈ ഒരു ഫാബ്രിക്കിൽ നിന്ന് കുറച്ചിട്ട് എടുത്താലും മതി. അപ്പോൾ ഞാനിത് ലാർജ്, XL ഈ ഒരു ആവറേജ് കണക്കിലാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അതുപോലെ തന്നെ ഓരോ ഡ്രസ്സിൻ്റെയും മോഡലും ഡിസൈനും അനുസരിച്ച് ഈ ഒരു മീറ്റർ കണക്ക് കൂടാനും ചാൻസ് ഉണ്ട്. അപ്പോൾ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാത്തതിനെ കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതിനൊക്കെ മുൻപായിട്ട് നമുക്ക് ഫാബ്രിക്കിനെ കുറിച്ച് ഒരു ഐഡിയ വേണം. എന്നാൽ മാത്രമാണല്ലോ നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഇല്ലാതെ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതുപോലെ റോള് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ ഈ ഒരു മെറ്റീരിയൽ ഉണ്ടാവുക. അപ്പം ഇതുപോലെ ഇങ്ങനെ നീർത്തുമ്പോൾ ഇതാണ് ഇതിൻ്റെ ലെങ്ത്തായിട്ട് വരുന്നത്. നീളത്തിൽ വരുന്നത് ലെങ്ത്തും വീതിയിൽ വരുന്നത് വിഡ്ത്തുമാണ്. നോർമലി ഫാബ്രിക്കിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 44 ഇഞ്ചസാണ് കേട്ടോ. അത് നോർമലായിട്ട് വരുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ 58 ഇഞ്ചസും ഉണ്ട്, 60 ഇഞ്ചസൊക്കെ വരുന്ന ഫാബ്രിക്കുകളുണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ട് റോള് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുമ്പോൾ ഉണ്ടാവുക. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കി നോക്കണം. നമ്മൾ ഇതിൻ്റെ ഒരു വിഡ്ത്ത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും രണ്ടായിട്ട് മടക്കിയിട്ടല്ലേ. അപ്പോൾ 22 ഇഞ്ചസ് ആയിരിക്കും ഒരു ഭാഗത്തുണ്ടായിരിക്കുക. ഇതിനെ ഓപ്പൺ ചെയ്യുമ്പോൾ 44 ഇഞ്ചസാണ് നമുക്ക് കിട്ടുക. 44 ഇഞ്ചസ് വിഡ്ത്ത് വരുന്ന ഈ ഒരു മെറ്റീരിയൽ നമുക്ക് കുർത്തിയൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അത്രയും വിഡ്ത്ത് ആണ് നമ്മൾ നോർമലി ആയിട്ട് വരുന്നത്. പിന്നെ അതിൽ കൂടുമ്പോഴാണ് 58 ഇഞ്ചസൊക്കെ വരുന്നത് കേട്ടോ. ലെങ്ത്ത് പിന്നെ നമുക്ക് ഇഷ്ടമുള്ള അത്ര കട്ട് ചെയ്തെടുക്കാമല്ലോ. അപ്പോൾ ഓരോന്നിൻ്റെയും ലെങ്ത്ത് ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ. അതുപോലെ 1 മീറ്റർ ഫാബ്രിക് എന്ന് പറയുന്നത് 100 സെൻറ്റിമീറ്റർ ആണ് കേട്ടോ. അപ്പോൾ 100 സെൻറ്റിമീറ്ററിൽ നമ്മൾ ഇഞ്ചസാക്കി മാറ്റുമ്പോൾ നമുക്ക് ഇവിടെ 39.5 ഇഞ്ചസാണ് കിട്ടാൻ പോകുന്നത്. 39.5 ഇഞ്ചസാണ് നമുക്ക് കിട്ടുന്നത്. 40 തികച്ചുണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു 39.5 ഇഞ്ചസാണ് 1 മീറ്റർ. അപ്പം നമ്മൾ കുർത്തിക്കൊക്കെ സാധാരണയായിട്ട് എടുക്കുന്നത് 2.5 മീറ്ററാണ്. 2.5 മീറ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് ടോട്ടൽ ഇവിടെ കിട്ടുക 100 ഇഞ്ചസാണ്. ഈ ഒരു ടാപ്പ് വരുന്നത് 60 ഇഞ്ചസാണ്. അപ്പോൾ നമുക്കത് 2.5 മീറ്റർ ഫാബ്രിക് 100 ഇഞ്ചസാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നോർമലി നമ്മളൊരു കുർത്തിയുടെ ലെങ്ത്തായിട്ട് എടുക്കുന്നത് 40 മുതൽ
45 ഇഞ്ചസ് വരെയാണ്. ഇനി കൂടുതൽ ഹൈറ്റ് ഉള്ളവരാണെങ്കിൽ 47, 50 വരെ എടുക്കും. അപ്പോൾ ഈ 50 വരെ എടുക്കുമ്പം രണ്ട് സൈഡിലും 50, 50, 100 ഇഞ്ചസ് അവിടെ നമുക്ക് കിട്ടുന്നുണ്ട്. ഒരു സൈഡിലാണ് കേട്ടോ പറയുന്നത്, ഫ്രണ്ടിൽ മാത്രമാണ് പറയുന്നത്. ബാക്കും കൂടി കൂട്ടുമ്പോഴാണ് 100 ഇഞ്ചസ്. അപ്പോൾ നമുക്ക് 50 ഇഞ്ചസ് വരെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ലെങ്ത്ത് ആ ഒരു ഫാബ്രിക്കിനുണ്ട്. പിന്നെ നമ്മൾ സൈഡിൽ നിന്നാണ് ഇതിൻ്റെ സ്ലീവ്സിനൊക്കെ വേണ്ടി എടുക്കുന്നത്. അപ്പോൾ ഞാൻ മറ്റൊരു ഫാബ്രിക്കിൽ ഇതുപോലെ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊന്ന് അളന്ന് കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ വിഡ്ത്ത് വന്നിട്ടുള്ളത് 28 ഇഞ്ചസ് ആണ് കേട്ടോ. രണ്ടായിട്ട് മടക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. 28 ഇഞ്ചസ് വരുമ്പോൾ ടോട്ടൽ ഇതിൻ്റെ വിഡ്ത്ത് വന്നിട്ടുള്ളത് 56 ഇഞ്ചസ് ആണ് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ക്ലോത്ത് കുറച്ചും കൂടി നമ്മൾ 2.5 മീറ്റർ എടുക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം ഒരു 3-3.25 മീറ്ററിൻ്റെ ഒരു ഇത് നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. ആ ഒരു വീതിയും കാര്യങ്ങളൊക്കെ കൂടുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഫാബ്രിക് കുറച്ച് അധികം കിട്ടുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഇതിൻ്റെ ലെങ്ത്ത് കുറച്ചിട്ട് നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് 2.5 മീറ്റർ ആവശ്യം വരുന്നിടത്ത് ഒരു 1.80 അല്ലെങ്കിൽ 1.45 ആ ഒരു മീറ്ററിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, നമുക്ക് 2.5 മീറ്റർ ആണല്ലോ കുർത്തിക്ക് ആവശ്യം, അപ്പോൾ നമ്മൾ 1.45 എടുക്കുമ്പോൾ ആ ഒരു ഫാബ്രിക് നമുക്ക് കുർത്തി സ്റ്റിച്ച് ചെയ്തെടുക്കാൻ മതിയാവോ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. ഇതിൻ്റെ വിഡ്ത്ത് കൂടുന്നത് കൊണ്ട് തന്നെ നമുക്ക് മറ്റേത് 44 ഇഞ്ചസ് ആയിരുന്നു. അപ്പോൾ നമുക്കൊരു 47 ഇഞ്ചസൊക്കെ നമുക്ക് വിഡ്ത്തിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റില്ല. പക്ഷേ ഈ ഒരു ഫാബ്രിക് നമുക്ക് വിഡ്ത്തിലും കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതാണ് കേട്ടോ. അപ്പോൾ ഞാനിതുപോലെ വേറൊരു മെറ്റീരിയലും കൂടി കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ വിഡ്ത്ത് അത്യാവശ്യം നല്ല വിഡ്ത്തിൽ വരുന്ന ഫാബ്രിക്കാണ് കേട്ടോ. നമുക്ക് അംബ്രല്ല കട്ട്, പലാസോ അങ്ങനെയൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന, വലിയ വലിയ ഗൗണുകളൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന ലെങ്ത്ത് ഇതിന് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് താഴേൽ എക്സ്ട്രാ പീസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ട ആവശ്യം വരില്ല. ഈ ഒരു പീസ് തന്നെ ഒറ്റ പീസായിട്ട് നമുക്ക് അംബ്രല്ല കട്ടൊക്കെ കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ ഞാൻ ഇതിൻ്റെ വിഡ്ത്ത് രണ്ടായിട്ട് മടക്കിയിട്ട് അളന്നെടുക്കുമ്പോൾ എനിക്ക് 30 ഇഞ്ചസാണ് കിട്ടിയിട്ടുള്ളത്. അപ്പം ടോട്ടൽ 60 ഇഞ്ചസാണ് കേട്ടോ ഈ ഒരു ഫാബ്രിക്കിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു 5 മീറ്ററൊക്കെ നമുക്ക് ഗൗൺ അടിക്കാൻ വേണ്ടിയെടുത്ത് ഇതൊരു 4 മീറ്റർ 3.5 മീറ്ററൊക്കെ മതിയാവും. അപ്പോൾ ഓരോ ഫാബ്രിക്കിൻ്റെയും വിഡ്ത്ത് അനുസരിച്ച് നമുക്ക് ഈ ഒരു മെഷർമെൻറ്റ്സിൽ മാറ്റം വരാനും ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ഞാനിവിടെ പറഞ്ഞു വരുന്നത്. ഞാനിവിടെ ഫാബ്രിക്കിൻ്റെ എസ്റ്റിമേഷൻ കണ്ടുപിടിക്കാനായിട്ട് ചെറിയൊരു ഇക്വേഷൻ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പം അത് നോക്കുമ്പോൾ നമുക്കൊന്നും കൂടി ഈസി ആയിട്ട് മനസ്സിലാവും. നോർമൽ കുർത്തിയുടെ മീറ്റർ കണക്കാണ് കേട്ടോ ഞാനിന്നിവിടെ ചെയ്ത് കാണിക്കാൻ പോകുന്നത്. സാധാരണയായിട്ട് നോർമൽ കുർത്തിക്ക് നമ്മൾ 2.5 മീറ്ററാണ് കേട്ടോ എടുക്കാറ്. അപ്പം നമുക്കിവിടെ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നതെന്ന് കൂടി നോക്കാം. ഫാബ്രിക് കാൽക്കുലേഷൻ്റെ ഈസി മെത്തേഡാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. അപ്പം നമ്മുടെ ഫാബ്രിക്കിൻ്റെ ലെങ്ത്ത് നോക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു മീറ്റർ കണക്ക് കണ്ടുപിടിക്കുന്നത്. അപ്പം ഞാനിവിടെ ലെങ്ത് ആയിട്ട് എടുക്കുന്നത് 45 ഇഞ്ചസ് ആണ് കേട്ടോ. ഇതിലേക്ക് ഞാനൊരു 2 ഇഞ്ച് എക്സ്ട്രാ സീം അലവൻസിനും കൂടി കൂട്ടിയിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്കിവിടെ ടോട്ടൽ ലെങ്ത്ത് വന്നിട്ടുള്ളത് 47 ഇഞ്ചസ് ആണ്. എൻ്റെ ഈ ഒരു കുർത്തിയുടെ വൺ സൈഡിലുള്ള ലെങ്ത്താണ് 47. അപ്പോൾ ഈ ഒരു 47 നമ്മൾ 2നോട് മൾട്ടിപ്ലൈ ചെയ്യണം. ബാക്കിലും ഫ്രണ്ടിലും ഈ ഒരു ലെങ്ത്ത് വരണമല്ലോ. ഇങ്ങനെ ചെയ്യുമ്പോൾ എനിക്കിവിടെ 94 ഇഞ്ചസാണ് ടോട്ടൽ ലെങ്ത്ത് കിട്ടുന്നത്. ഈ ഒരു 94 ഇഞ്ചസിനെ നമ്മൾ 40 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഈ ഒരു 40 എന്ന കണക്ക് എനിക്ക് എങ്ങനെ കിട്ടിയതെന്ന് വെച്ചാൽ 40 ഇഞ്ചസ് 1 മീറ്ററാണ്. അപ്പോൾ ഈ ഒരു മീറ്റർ നമ്മൾ മീറ്റർ അളവിലാണല്ലോ നമ്മൾ ഈ ഒരു ഫാബ്രിക് മുറിച്ചെടുക്കുക. അപ്പോൾ അതിനാണ് 40 ഞാനവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് 94 ഡിവൈഡഡ് ബൈ 40 ഒന്ന് ചെയ്ത് നോക്കാം. ഇതുപോലെ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് നമ്മുടെ മീറ്റർ കണക്കെന്ന് പറയുന്നത്. അപ്പോൾ എനിക്കിവിടെ കിട്ടിയിട്ടുള്ളത് 2.35 ആണ്. അപ്പോൾ 2.5 മീറ്ററിൻ്റെ അടുത്തായിട്ടാണ് ഇത് വരുന്നത്. അപ്പോൾ നമ്മൾ ഷോപ്പിൽ പോയിട്ട് എന്തായാലും 2.35 മീറ്റർ ഒന്നും പറയില്ല. 2.5 മീറ്റർ, 2 മീറ്റർ, 1.5 മീറ്റർ, 1.25 മീറ്റർ അങ്ങനെയൊക്കെ പറയും. അപ്പം ഈ 2.5 മീറ്റർ വാങ്ങിയാൽ തന്നെ നമുക്ക് ഈ ഒരു കുർത്തിക്ക് ഉള്ള മെഷർമെൻറ്റ്സ് അവിടെ കിട്ടും കേട്ടോ. ഇനി നമുക്കിവിടെ ഈ ഒരു 47 ഞാൻ എടുത്തത് 50 നമുക്കൊന്ന് ഇതുപോലെ ചെയ്ത് നോക്കാം. 50 ഇഞ്ചസിലെടുത്തിട്ട് 2നോട് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്തിട്ട് പിന്നെ നമ്മൾ ആ 40നോട് കൂടെ ഒന്ന് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 2.5 മീറ്ററാണ് കേട്ടോ ഇവിടെ കിട്ടുന്നത്. ഈ ഒരു 2.5 മീറ്റർ കൊണ്ട് നമുക്ക് പിശുക്കൊന്നും കാണിക്കാതെ നല്ല വൈഡായിട്ട് ലോങ് കുർത്തി ചെയ്യാനും ഈ ഒരു 2.5 മീറ്റർ നമുക്ക് മതിയാവും. ഇതുപോലെ നമുക്ക് സ്ലീവ്സിനുള്ള മീറ്ററും കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് സ്ലീവ്സ് മാത്രം അറ്റാച്ച് ചെയ്യാനുള്ളെങ്കിൽ ഈ ഒരു സിമ്പിൾ കാൽക്കുലേഷൻ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് സ്ലീവ്സിൻ്റെ ലെങ്ത്തും കണ്ടുപിടിക്കാം. അപ്പോൾ സ്ലീവ്സിൻ്റെ ലെങ്ത്ത് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 15 ഇഞ്ചസാണ് കേട്ടോ. 15 ഇഞ്ചസ് ആവുമ്പോൾ ഞാനൊരു 3/4 സ്ലീവ്സ് ആണ് ഇവിടെ ചെയ്തെടുക്കുന്നത്. അതിനെ 2നോട് കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്കിവിടെ 30 കിട്ടും. അപ്പോൾ ഈ 30നോട് കൂടിയിട്ട് 40 ഒന്ന് ഡിവൈഡ് ചെയ്യണം.
ഇപ്പോൾ എനിക്കിവിടെ കിട്ടുന്നത് 0.75 മീറ്ററാണ് കേട്ടോ. മീൻസ് 3/4 മീറ്ററാണ് ഈ ഒരു സ്ലീവ്സിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു 3/4 മീറ്റർ എന്ന് പറയുന്നത് നല്ല ലെങ്ത്തിൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. 44 ഇഞ്ചസ് വിടുത്ത് വരുന്ന ഫാബ്രിക്കിൽ നിന്നും നമുക്ക് ഈ ഒരു 3/4 മീറ്റർ ഫുൾ സ്ലീവ്സ് അടിക്കാനുണ്ടാവും കേട്ടോ. അത്രക്കും നല്ല ലെങ്ത്തിൽ കിട്ടും. ഇനി നമുക്ക് യോക്കും കൂടെ ഒന്ന് നോക്കാം. യോക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ ഷോൾഡർ മുതൽ വേസ്റ്റ് വരെ വരുന്ന ലെങ്ത്താണ് കേട്ടോ. നമ്മൾ ഗൗണൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇത് സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണല്ലോ. അപ്പോൾ ഈ ഒരു യോക്കിന് വേണ്ടിയിട്ട് യോക്ക് ലെങ്ത്ത് ഞാൻ എടുത്തിട്ടുള്ളത് 13 ഇഞ്ചസാണ് കേട്ടോ. അതിനോട് കൂടെ 2 ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്, 2 സൈഡിലും വരണമല്ലോ. അപ്പോൾ എനിക്ക് ഇവിടെ 26 ഇഞ്ചസാണ് കിട്ടുന്നത്. ഈ ഒരു 26 ഇഞ്ചസിനെ 40 ആയിട്ട് നമുക്കൊന്ന് ഡിവൈഡ് ചെയ്തെടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ എനിക്കിവിടെ കിട്ടിയിട്ടുള്ളത് 0.65 മീറ്ററാണ് കേട്ടോ. ഈ ഒരു സിമ്പിൾ കാൽക്കുലേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഏതൊരു ഡ്രസ്സിൻ്റെയും മീറ്റർ കണ്ടുപിടിക്കാം. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ് കേട്ടോ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.